ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇത്രയും ഞങ്ങൾ നേരത്തെ നടത്താനിരുന്നതാണ്. അതൊന്നും ബിജുവിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ ജോജുവിനോടെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ജോജു ഇല്ല, ദുബായിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെയൊരു ദിവസം ഫിക്സ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിനകത്ത് തന്നെ സിനിമ കണ്ടവരാണെന്ന് കരുതുന്നു. കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയുമ്പോൾ അത് കണ്ടവർക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. എനിവേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറയാം, ചോദിച്ചു. കൂടുതൽ മൈക്ക് വേണോ? ഹായ് സർ. സോ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന ഒരു മൂവിയും പാരന്റിങ് ബേസ്ഡ് മൂവിയായിരുന്നു. ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോഴും ആ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും പാരന്റിങ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തത്? ഇത് ഞാൻ എടുത്ത ടോപ്പിക് അല്ല. ഇതിന്റെ റൈറ്റർ ഡിനു തോമസ് ഈലൻ എന്ന് പറഞ്ഞ പയ്യനാണ് കുദാശ എന്ന് പറയുന്ന സിനിമ ചെയ്തത്. അപ്പം ആ സിനിമ ഇതിന്റെ കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ, കഥ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ടിപ്പിക്കൽ ത്രില്ലർ സിനിമയുടെ മൂഡിൽ പോകുന്ന ഒരു സിനിമ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല. ഇത് വേറൊരു, ഇതിനകത്തൊരു ഇമോഷണൽ സൈഡും ഉണ്ട്. അത് ഇതിന്റെ പാരന്റിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു സിനിമ ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് കൊമേഴ്സ്യലാണ് സിനിമ, അതിനകത്തൊരു ബിസിനസ് ഉണ്ട്. അക്കൂട്ടത്തിൽ സൊസൈറ്റിക്ക് നല്ലൊരു മെസ്സേജ് തരാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അത് മമ്മി ആൻഡ് മീയിൽ എനിക്ക് സാധിച്ചു. പിന്നെ വേറെ അങ്ങനെ ഒന്ന് രണ്ട് ചില സിനിമകൾ. അപ്പൊ ഇതിനകത്തും എനിക്ക് പിന്നെ അട്രാക്ട് ചെയ്ത ഫാക്ടർ അതാണ്. കാരണം ഇപ്പൊ ബേസിക്കലി ഇപ്പം ഭയങ്കര പ്രസക്തമായ ഒരു ഒരു ഇതാണ് പേരന്റിങ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇപ്പോഴത്തെ എന്താ പറയുക, പേരൻസും മക്കളുമായിട്ടുള്ള ഒരു അവരുടെ ഇത്. കാരണം പേരൻസിന്റെ രീതികൾ മാറി, പഴയ പോലെയല്ല. രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി സമയമില്ല മക്കളെ നോക്കാൻ, അങ്ങനെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്ന ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇത് ചെയ്തു. അത് ഇങ്ങനെ ഒരു ത്രില്ലർ ഇതിന്റെ ഒരു മൂഡിലുള്ള സിനിമയ്ക്കകത്ത് അത് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അത് തന്നെയാണ് ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം. വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് ക്ഷമിക്കും, അങ്ങനെ ഒരു രീതി കാണാറുണ്ട്. അപ്പോ ഇപ്പത്തെ നമ്മുടെ മൂവി റിലേറ്റഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് ക്ഷമിക്കും, അങ്ങനെ ഒരു രീതി നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മൂവി റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? കുട്ടികളുടെ തെറ്റുകൾ പാരന്റ്സ് ക്ഷമിക്കും. ക്ഷമിക്കാവുന്ന തെറ്റുകൾ ക്ഷമിക്കാം, പക്ഷെ ചില തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു ക്ഷമിക്കാവുന്ന തെറ്റാണോ? അത് നിങ്ങൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ക്ഷമിക്കാവുന്ന ഒരു തെറ്റാണോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങളുടെ ഒരു ഇതില്ലാതെ അതൊരു ക്ഷമിക്കാവുന്ന തെറ്റായിട്ട് തോന്നിയിട്ടില്ല. വേറൊരു മൈക്കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിലേ വരുന്ന, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഈ മൈക്ക് വേണം. ഇപ്പൊ ഈ സിനിമ റിലീസ് ആയതിനു ശേഷം എല്ലാ സിനിമകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഒരുപാട് ഇതിൽ റിവ്യൂ നെഗറ്റീവ് കമന്റുകളൊക്കെ പെട്ടെന്ന് പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമയെ വിലയിരുത്തുന്നവരല്ലേ, അത് കാണാൻ വേണ്ടി വരുന്നവരും കാണാതിരിക്കാൻ പോകുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഘടകം ഈ റിലീസ് സമയത്തോ അത് കഴിഞ്ഞോ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഈ ഒരു സിനിമ എന്നല്ല, എല്ലാ സിനിമകളിലും ഫേസ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലർക്ക് റിവ്യൂസിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ റിവ്യൂസിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. റിവ്യൂസ് പറയുന്നവർ അവരുടെ കാഴ്ചപ്പാട് പറയുന്നു. അത് ജെന്യുവിനായിട്ട് അവർ പറയുമ്പോൾ അതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ അതിനകത്തൊരു എന്താ പറയുക, ചില താല്പര്യങ്ങൾ വെച്ചിട്ട് പറയുന്നവർ, അവിടെയാണ് അതിൻ്റെ പ്രോബ്ലം. പക്ഷേ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സിനിമകളിൽ ഇതിനു മുമ്പ് ഇത് ചർച്ച വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇത് ചെയ്യുന്നു,
അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂകളിൽ ഇങ്ങനെ നെഗറ്റീവ് വരുന്നു. പക്ഷെ എന്നിട്ടും ഇവിടെ സിനിമകൾ ഓടിയിട്ടുണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒത്തിരി ആൾക്കാർ, ഇപ്പം ഞാനടക്കം, നമ്മൾ റിവ്യൂവിനേക്കാളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അവർ പറയുന്ന. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എത്രത്തോളം ശരിയാണെന്ന്. ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലുള്ള അയാൾ ടേസ്റ്റിലുള്ള ഒരാളല്ല റിവ്യൂ പറയുന്നെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പം കൂടുതലും ഫ്രണ്ട്സും ഇവരും സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ സിനിമ ഇപ്പം അങ്ങനെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം തന്നെ ഈ ഞാനിങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തവരും 4-5 വർഷം കൂടി ഞാനിപ്പോൾ ഇവരെ കാണിച്ചുള്ളൂ മെസ്സേജ് ഇട്ട്, ഒരു ഓഡിയോ മെസ്സേജ് ഒരു ലേഡി ഇട്ടിട്ട് പറഞ്ഞു, എന്നെ 5 വർഷം കൂടിയായിരുന്നു സാറേ പടത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, ഞങ്ങൾക്ക് കാണാൻ പോയിട്ടില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കണ്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ വൈകുന്നേരം കണ്ടിട്ട് വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സർപ്രൈസ് ആയി. പുള്ളിക്കാരത്തി 5 വർഷത്തിന് ശേഷം പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഇട്ടു. അപ്പം അങ്ങനെയും ഉണ്ട്. ഇത് എല്ലാ സിനിമയും ഫേസ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിങ്ങനെ നടക്കും. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കാശ് മേടിച്ചുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ പറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമുക്കറിയാൻ മേലാത്തൊരു കാര്യം പറയാവുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കാശൊക്കെ മേടിച്ച് ചെയ്യുമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. താങ്ക് യു സാറേ. പണ്ടൊക്കെ കുട്ടികളെ ഒലക്കിക്കടിച്ചാണെങ്കിലും വളർത്തണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ കൊച്ചു ചോദിച്ച പോലെ എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് അത് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അതായത് എന്റെ മകനല്ലേ. അത് തെറ്റാണ് മോനെ. എന്ത് തെറ്റ് ചെയ്താലും പാരന്റ്സ് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനൊന്നും ഇല്ല ശരിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്ത് തെറ്റ് ഒരു കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നല്ല ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ പുറകടക്കാണ്, ഒരു ലവ് അഫെയർ ഉണ്ടാവാണ്. അത് പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടിയുടെ പുറകടക്കരുത്, തെറ്റാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോ ഒരു ഇഷ്ടം തോന്നി നമുക്ക് ധൈര്യമായിട്ട് പാരന്റ്സിനോട് പറയാം. പക്ഷെ ചിലപ്പോൾ സ്റ്റോക്കിംഗ് ഉണ്ടാവും അതില്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു തെറ്റായിട്ട് തോന്നില്ലേ? അല്ല, അത് പേരൻസിനെ അനുസരിച്ചിരിക്കും. സാഹചര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പം ബിസി ആയിട്ടുള്ള പേരൻസ് രണ്ടുപേരും വർക്കിംഗാണ്, മകനെയോ അല്ലെങ്കിൽ മകളെയോ നോക്കാൻ സമയമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. അപ്പം അതൊരു ബാഡ് പാരന്റിങ് ആണ്. പിന്നെ അങ്ങനെയുള്ളവർക്ക് എനിക്ക് കുറച്ച് കേസസ് അറിയാം. എനിക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്, അയ്യോ എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ സമയം, അതുകൊണ്ട് എല്ലാ ഇഷ്ടവും സാധിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുത്ത് ഒരു സ്റ്റേജ്, ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ ഒരിക്കലും ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം ആവശ്യപ്പെടും. അപ്പം ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ പോയി സൂയിസൈഡ് ചെയ്യുക, അത് ചെയ്യുക. കാരണം ആ നോ കേൾക്കാനോ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പിള്ളേർക്ക് നഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു പണ്ട് ഞാനെടുത്ത് വായിച്ചിട്ടുണ്ട്, ദ ആർട്ട് ഓഫ് സെയിങ് നോ. പിള്ളേർ നോ കേട്ട് വളരണം. അപ്പം അത് പല സാഹചര്യം കൊണ്ടാണ്. ചില അപ്പന്മാർക്ക് അത് അറിയാൻ വേണം, അല്ലെങ്കിൽ ചിലർ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. കാരണം പണ്ട് ഒലക്കടിക്കടിച്ച് വളർത്തുന്ന പറഞ്ഞല്ലോ, അന്ന് 5-8 ഒക്കെയാണ്. അപ്പം ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ചില ഒലക്കൊക്കെ കൊടുക്കും. പക്ഷെ ഇപ്പം ആ പാട് ഒന്നേ ഉള്ളൂ. അതിനെ രണ്ടുപേരോട് പുന്നാരിച്ച് സ്നേഹിച്ച് അത് വേറൊരു രീതിയിലാണ്. അതിനകത്തൊക്കെ കറക്ഷൻസ് വരുത്തണം. അത് പേരൻസ് ബോധവാന്മാരാകണം. അത് ഒരു ഭയങ്കര ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് കുറേ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറ വഴിതെറ്റി പോകുന്നുള്ളൊരു ഇപ്പോഴത്തെ പറയാറുണ്ട്. ഇപ്പോഴത്തെ തലമുറ അങ്ങനെ വഴി തെറ്റി പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ തീരുമാനങ്ങളുണ്ട്. അതിനെ അവരുടെ കൂടെ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പഴയ സ്റ്റൈലിൽ ഇപ്പോൾ പാരന്റിങ്ങിന് ശ്രമിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. കാലഘട്ടം മാറി. കാരണം എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സോ 6 വയസ്സുള്ള കൊച്ച് ഒരുപക്ഷെ പേരൻസിനേക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം അവൻ്റെ കയ്യിലുണ്ട് ഫോണും ടാബും. അപ്പം അതനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഇറ്റ്സ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് ഈ പേരന്റിങ് എന്ന് പറയുന്നത്. അതൊരു ആർട്ടാണ്. അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ക്ലാസ് അല്ലെങ്കിൽ അതെല്ലാം പേരൻസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാന്നുണ്ടായിരുന്നു. ഈ പാരന്റിങ്ങിനെ കുറിച്ചുള്ളത് അതെ, സാറ് പറഞ്ഞ ലാസ്റ്റ് പോയിന്റിനോട് എനിക്ക് കംപ്ലീറ്റ് യോജിപ്പുള്ള ഒരാളാണ്. അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പും കുട്ടികളെ എങ്ങനെ നോക്കും എന്നൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇതൊരു ഡീഫോൾട്ട് മോഡിൽ കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവണം, അതങ്ങനെ പൊയ്ക്കോളും, എങ്ങനെയെങ്കിലും പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ വളരെ എൻ്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. ബിക്കോസ് എനിക്ക് നല്ലൊരു പേരൻ്റ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ കുറച്ചും കൂടെയും പക്വതയുള്ള ഒരാളാവണം. ബിക്കോസ് എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് അത്ര ഏറ്റവും നല്ല രീതിയിലല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്നെ കുറേ കൂടെ കെയർ ചെയ്യാമായിരുന്നു. എന്നെക്കുറിച്ച് എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തൊരു കുട്ടിയാണ്. അപ്പോൾ അവർ അവസാനം നോക്കിയപ്പോൾ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ട പേരൻസാണ്. പിന്നീട് എൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എന്നെ എല്ലാത്തിനും ഒറ്റയ്ക്ക് വിട്ടു. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ ഈ ഐഡിയാസ് മാറിക്കൊണ്ടേയിരിക്കും. പിന്നീട് കുട്ടികൾ എന്നാൽ ഞാൻ പേരൻ്റ് ആവണ്ട എന്ന് തീരുമാനിച്ചു. പിന്നീട് വിചാരിച്ചു ഓക്കെ ഞാനിപ്പോൾ ഒരു കരിയർ പേഴ്സണാണ്. കരിയർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ ഉണ്ട്, ഒരു കരിയർ പാത്ത് ഏറ്റെടുക്കണോ ഒരു ഫാമിലി പാത്ത് എടുക്കണോ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചിന്താഗതികളാണ്. അപ്പോൾ രണ്ട് പേരൻസും കരിയറിൻ്റെ പിന്നാലെ പോയാൽ അവരുടെ കുട്ടികളെ ആരും നോക്കും. അപ്പം ഐ ബിലീവ് ദാറ്റ് പേരൻറ്റിങ് ആൻഡ് കുട്ടികളുടെ കാര്യം വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. നല്ലൊരു തലമുറ, ഓരോ തലമുറ ബെറ്റർ ആൻഡ് ബെറ്റർ ആവണമെങ്കിൽ ആ തലമുറയിൽ പേരൻസ് വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളൊരു തലമുറയാണ്. അവർ ഒരുപാട് കെയർ കിട്ടി വളർന്നിട്ടുള്ള തലമുറയാണ്. ഒരുപക്ഷെ എൻ്റെയൊക്കെ തലമുറ വിച്ച് ഇസ് കോൾഡ് എ വെരി ഷോർട്ട് ഫേസ് ആണ്. മില്ലനിയൽസിന് തൊട്ട് മുമ്പ് 76 to 83 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലുള്ളവരാണ് ഈ തല്ലുകൊണ്ട് വളർന്നവർ. എന്തിനും ഏതിനും അടി, നിങ്ങൾ തെറ്റ് ചെയ്താലും അടി, നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് അടി എന്നുള്ളൊരു ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ആയിരുന്നു. സ്കൂളിൽ അടി കൊള്ളുമായിരുന്നു, ചൂരിലുകൊണ്ട് അടിക്കുക, അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരുപാട് കെയറും റെസ്പെക്റ്റും കിട്ടി വളർന്നിട്ടുള്ള ഒരു തലമുറയാണ് ശരിക്കും ഇപ്പോൾ ഉള്ളത്. അതൊരു പക്ഷെ നല്ലതായിരിക്കാം, നമുക്ക് ഓരോ തലമുറ കഴിയുമ്പോഴേ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറ തലതെറിച്ചതാണെന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ എല്ലാ തലമുറയും കേട്ടിട്ടുള്ളതാണ്. അപ്പം അത് വെറുതെ ഒരു ക്ലീഷ്യ സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹലോ, സാറാണ്. ദൃശ്യത്തിന് ശേഷം താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ എന്നാലും ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരം ഇല്ലാന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ ജിത്തു ജോസഫ്? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും, ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചെയ്ത ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ വരരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം പക്ഷേ മെമ്മറീസ് പോലെ ആയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ല ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ ടാഗിലേക്ക് തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷയാക്കാൻ എന്നെ വിളിച്ചപ്പോൾ ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞു. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാൾ, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാൾ റിവ്യൂ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു മാറ്റർ, ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞു പോയി. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. ഇപ്പം അല്ലാത്തവർ ഇപ്പം സസ്പെൻസ് പ്രതീക്ഷ വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവർ നിലം തൊടാതെ പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം കിട്ടുന്ന ഫീഡ്ബാക്സിന് അതാണ്. എല്ലാവരും ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര്
വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറേ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോവുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. ബിജുടാ, ബിജുടെ ജിത്തിന്റെ എല്ലാ മൂവികളിലും നോക്കിക്കഴിഞ്ഞാൽ, ഒരുവിധം മൂവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നായകന്മാർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അപ്പൊ ഈ വലതുവശത്തെ കള എന്ന് പറയുന്ന ഈ സിനിമയിലും നായകന് ഈ അതിബുദ്ധി ഉണ്ടോ? ഇതൊരു സിനിമയാണ് ആക്ച്വലി. ഇതിന്റെ കഥ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിൽ എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. ആ രീതിയിൽ ആൾക്കാർക്ക് കാണാവുന്ന ഒരു സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അങ്ങനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സിനിമ. പിന്നെ ജിത്തുവിന്റെ ഒരു സിനിമ നമ്മൾ ആദ്യം പ്രയോറിറ്റി ചെയ്യണം. പിന്നെ നമ്മൾ സിനിമ ചെയ്തൊരു 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, 2 ക്യാരക്ടേഴ്സിന്റെ ഈഗോ ക്ലാഷസ് ഉണ്ട്. ഒരു ജിത്തു സിനിമ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു നായകന്റെ പറഞ്ഞ മേഖലയെ പറ്റി ഒന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാന്ന് മാത്രമേ. ഉത്തരം കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടുമാണ് ചോദ്യം. ഇവിടെ ആന്റണി ഒരു ക്രൂക്കഡ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ള ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമായില്ല, എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളത് ചെയ്തു. പിന്നെ ഇതൊരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു മാക്സിമം രീതി കൊടുത്ത് ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസ് പല ഓർഡറിലല്ല. പിന്നെ ഒരു ഓർഡർ കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ആക്ടിങ് കണ്ടിന്യൂറ്റി എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലയിലൊക്കെ ഉണ്ട്. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തതൊരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്, ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നമുള്ള വെച്ചാൽ 1-2 മണിക്കൂറിന്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടിന്യൂ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണത്, അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് എൻ ആക്ടർ, മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണത്. നമ്മുടെ ഈ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ അധികം ഇല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയേക്കാൾ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിനൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫിലിം മേക്കറിന്റെ ഇത്. ഞാൻ ഇതിനെ പേടിച്ചോടണം. ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാളേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ. ഒന്നാമതേ അല്ലെന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ചെയ്ത് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നല് കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും നല്ല കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന അപ്പൊ ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിന്റെ അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ.
ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തിക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇമോഷൻ. അത് ചില സെറ്റിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈറാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ 2 ക്യാരക്ടർ, അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ, ഇർഷാദിന്റെ ക്യാരക്ടർ, ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ. ഇത് നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈം ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഭയങ്കര അതിന് വേറൊരു ഫാക്ടറുണ്ട്. ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ശരിക്കും വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ പിടിച്ചാണോ? എക്സാക്ട്ലി. കാരണം ഡിനു, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എൻ്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷനായിരുന്നു. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ അർത്ഥം ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ ബോട്ടിലാണോ എന്ന് കേട്ടു. പക്ഷെ അവിടുന്ന് സിനിമ മാറി. ഈ ഇന്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടെ നിന്നുള്ള ഒരു ട്രാവൽ, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. കാരണം ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ കൂടുതലുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെൻറ്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തത്. ഈ ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ വലതുവശത്തെ കല എന്ന് പറയുന്ന ഒരു ബൈബിളിലെ ഒരു പരാമർശമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? കാരണം ഇപ്പം പല ഇതിലും ബൈബിളിലും അതുപോലെ മതപരമായ പേരുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എന്താണ് ആ ഒരു പേരിന്റെ ഒരു അർത്ഥം? എന്താ പേര് ഞാനിട്ടതല്ല, പേര് വരുമ്പോഴേ ഉണ്ട്. അത് ഈ പേരും ഇതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ ഇതും തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഇത് പലർക്കും അറിയില്ല. വലതുവശത്തെ കള്ളൻ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ കുറെ പേര് ഫോൺ വിളിച്ചു, സാറേ പടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ്. പക്ഷെ ഈ വലതുവശത്തെ കള്ളൻ ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ്, കള്ളൻ ആരാണ് എന്നോട് ചോദിച്ചു. അപ്പം അവർക്കത് മനസ്സിലാവും. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഓർത്തത് പലർക്കും അറിയാമായിരിക്കും. പക്ഷെ രസവഞ്ചനെ ഇന്നലെ ഭയങ്കര രസം. ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്നുണ്ട്. പിന്നെ അവന് ബൈബിള് കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്ത് ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് വലതുവശത്തെ കള്ളൻ ജീസസിനോട് പറയുന്നത് അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടുന്നതാണ്. പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്യാതാണ് അങ്ങനെയെന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്നത്. ആ കള്ളന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് കള്ളന് മാനസാന്തരം വരുന്നു. അതാണ് അതിനകത്ത് ഇമോഷൻ, അത് ക്യാരക്ടറിന്റെ ഇമോഷൻ. ഇന്ന് സിനിമകൾ കാണുന്നത് ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനാണോ അല്ലെങ്കിൽ അനുഭവിക്കാനാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനായിട്ട്. ഓക്കെ, എനിക്ക് മനസ്സിലായി ചോദിച്ചെന്താണ്. ഓക്കെ, അത് ചിലര് സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിനിമേനെ ഭയങ്കരമായിട്ട് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് അതിനെ കാണുന്നവരുണ്ട്. പക്ഷെ മജോറിറ്റി ഓഫ് ദ ഓഡിയൻസ് ദേ വാണ്ട് ടു ഫീൽ ഇറ്റ്. അവർ വന്നു എൻജോയ് ചെയ്തു. അതിൻ്റെ ലോജിക്ക് ഉണ്ടോ അതുണ്ടോ, ഭയങ്കര ബേസിക് ലോജിക്ക് വേണം. ഭയങ്കര സ്റ്റുപ്പിഡിറ്റി കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതില്ല. ബേസിക് ലോജിക്കൊക്കെ ഉള്ള അവർ വന്നു കണ്ടു എൻജോയ് ചെയ്തു. അവർക്ക് അതിൻ്റെ ഫീല് കിട്ടിയോ, ആ ഫീൽ അവർക്ക് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇതാവും. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ ഫീൽ ബേസ്ഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ലോജിക്കൊക്കെ വിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഫീലും ആ ഇമോഷനും അതിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇമോഷനാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജിനകത്ത്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമയ്ക്കൊന്നും എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നിട്ടില്ല. കാരണം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല.
കുറേ ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്ത് ഹെവിനെസ് ഉണ്ട്, ഭയങ്കരമായിട്ടും നിൽക്കുന്നു. അതിനകത്ത് ഒരാൾ പറയാണ് എനിക്ക് ആ ക്യാരക്ടറിന്റെ ഇതാണ് സങ്കടം, വേറൊരാൾ പറയുമ്പോൾ എനിക്ക് മറ്റേ ക്യാരക്ടറിനോടാണ് കൂടുതൽ ഇത് തോന്നിയത്. അപ്പൊ ആൾക്കാർ പല തട്ടിലായിട്ടൊക്കെ നിന്ന് അങ്ങനെയുള്ള രീതിയിൽ ഇത് തരുന്നു. അപ്പൊ അത് അവർക്ക് ആ ഫീൽ കിട്ടി എന്നുള്ളതാണ്. ബേസിക്കലി ഞാൻ ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും സിനിമ കാണാൻ ബേസിക് ഓഡിയൻ, ഒരു ഹ്യൂമർ ആണെങ്കിലും സസ്പെൻസിനെ ആണെങ്കിലും കാണാൻ എന്നെ അത് എൻജോയ് ചെയ്യിച്ചു. ഓക്കെ ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് ലോജിക്കോളം ഉണ്ടോന്നും എൻ്റെ പ്രശ്നമല്ല. പക്ഷെ ഇന്നത്തെ ഓഡിയൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പിലുള്ള ഓഡിയൻസ് ഉണ്ട്. ഭയങ്കരമായിട്ടും അനലൈസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് തോന്നിയ ഒരു പോയിന്റ്, സിനിമ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണ്. ഈ റിവ്യൂസും അങ്ങനെ ജഡ്ജ്മെന്റലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് തന്നെയാണ്. അത് ആക്ച്വലി സിനിമയായിട്ടൊരു ബന്ധമില്ല. വെറുതെ ചർച്ചകൾക്ക് വേണ്ടി ഇരിക്കുന്നവരില്ലേ, ഡിസ്കഷൻസ്, പാനൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഇഷ്ടമാണ്. അപ്പൊ അവരാ ചർച്ചകൾ കാണാനായിട്ട് റിവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരൊരു പക്ഷെ മൂവി ബഫ്സ് ആവണമെന്ന് പോലുമില്ല. അവർക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക, സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണാനാണ് അവർക്ക് ഇഷ്ടം. അവരൊരു പക്ഷെ ഒരുപാട് സിനിമകൾ കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ നമ്മൾ അത് ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നമുക്കൊരു ക്ലാരിറ്റി വേണം. ഞാൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ രസത്തിന് ഞാൻ പോയി സിനിമ എക്സ്പെരിമെന്റ് ചെയ്യണം, ഒരു അഡ്വഞ്ചറായിട്ട് കാണണം. എല്ലാവരും അവിടെ പോകുന്ന സേഫാണ്, ഇത് 100% നിങ്ങൾക്ക് തൃപ്തി തരും എന്ന് പറഞ്ഞിട്ട് മാത്രം പോയി സിനിമ കാണേണ്ട കാര്യമില്ല. ഈച്ച് സിനിമ ഈസ് ആൻ അഡ്വഞ്ചർ. നിങ്ങളുടെ ലൈഫിലൊരു 2.5-3 hours ഒരു അഡ്വഞ്ചറിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾ വേറൊരു ലോകത്തിലേക്ക്, ആ കഥ ക്രിയേറ്റ് ചെയ്തവരുടെ ലോകത്തിലോട്ട് നമ്മൾ സഞ്ചരിക്കാൻ പോവാണ്. അതിന് നമ്മൾ എടുക്കുന്ന റിസ്ക് ആക്ച്വലി നോക്കിയാൽ വളരെ ചെറുതല്ലേ, ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്നതിൻ്റെ റിസ്ക് അല്ലേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് സിനിമയോടുള്ള ആ ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും റിവ്യൂസ് പറഞ്ഞ് എല്ലാവരും നല്ലത് പറഞ്ഞതിന് ശേഷം ഞാൻ പോയി കാണാം, പിന്നെ എന്താ അതിലുള്ള ത്രില്ല്? ജസ്റ്റ് ഗോ എക്സ്പെരിമെന്റ് വിത്ത് മൂവീസ്, ഹാവ് ഫൺ വിത്ത് ഇറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വി ആർ ടേക്കിംഗ് ഇറ്റ് ടു സീരിയസ്ലി. ഈ കൊറിയൻ സിനിമകളിലൊക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച് ഉണ്ടല്ലോ, അതായത് വില്ലൻ നായകനെ അല്ലെങ്കിൽ നായകൻ വില്ലനെ അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് കൂടി പ്രതികാരത്തെ വേറെ രീതിയിൽ ലൈൻസ് ബ്ലേഡ് ആക്കിയിട്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അതുപോലെ ഒരു ഏരിയ ഇവിടെ വലതുവശത്തേക്കെല്ലാം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ. ഒന്നാമത് അങ്ങനത്തെ കൊറിയൻ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പണ്ട് തൊട്ടേ എന്നെ കൊറിയൻ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ കാണുന്നത് ഇംഗ്ലീഷ് സിനിമകളാണ്. എനിക്ക് സബ്ടൈറ്റിൽ നോക്കി സിനിമ കാണാൻ ഞാൻ എൻജോയ് ഇല്ല. അതുകൊണ്ട് തന്നെ അന്യഭാഷ, ഇംഗ്ലീഷും ഹിന്ദിയും ഒഴിച്ച് തമിഴും ഒക്കെ ഒഴിച്ച് വേറെ പടങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല. കാരണം എനിക്ക് സബ്ടൈറ്റിൽ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ഇങ്ങനെ ഡബ് ചെയ്ത് വരുന്നതുകൊണ്ട് അത് സമയം, പക്ഷെ അത് ഭയങ്കര ബോറാ, മനസ്സിലായി. ഇതിപ്പോ വേറെ ആരോ പറഞ്ഞു ഇതിങ്ങനത്തെ ഇതുണ്ടെന്ന്, പക്ഷെ അത് കൊറിയയിലുണ്ടായിരിക്കും. നമ്മുടെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ അധികം വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഭയങ്കര പുതുമയായി, മനസ്സിലായി. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഒരു ക്ലൈമാക്സ്, അതിൻ്റെ ഒരു ഇമോഷൻ, പിന്നെ എനിക്ക് ഈ സിനിമയിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി ഉണ്ടായിരുന്നത് ആ ക്ലൈമാക്സിൽ ക്യാരക്ടർ തിരിച്ച് നടക്കുന്ന ആ ഒരു ഇത് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞു റിസ്ക് എടുക്കാം, അങ്ങനെയെങ്കിൽ അങ്ങനെ. അതിനുവേണ്ടി ഒത്തിരി പേരോട് ഡിസ്കസ് ചെയ്തു സിനിമ കാണിച്ചിട്ട്. അപ്പം അവരെല്ലാം പറഞ്ഞില്ല അങ്ങനെയില്ല, അത് ജസ്റ്റിഫൈഡ് ആണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചപ്പോൾ ഞാൻ അവരോട് എടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറേ ഭയങ്കര ഹെവിനെസ് ആയിരുന്നു, പക്ഷെ അതാണ് അതിൻ്റെ ശരി, അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് തെറ്റിയിട്ടില്ല എന്ന് മനസ്സിലായി. അത് അതിനകത്ത് ചിലരിങ്ങനെ പറഞ്ഞവരുണ്ട്, എന്നാലും അത് വേണമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് എവിടെയോ ഒരു ഡലമയാണ്, അത് വേണം അങ്ങനെ. അപ്പം അതൊക്കെ ഈ സിനിമ കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ കുറച്ച് പേർക്ക് അഭിപ്രായവ്യത്യാസം വേണം. ഞാൻ പറഞ്ഞ അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിൻ്റെ ആ എക്സ്പീരിയൻസ് കിട്ടുന്നത് ഭയങ്കര ഒരു പല തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് ഉണ്ട്. എനിക്ക് ഒത്തിരി പറയാൻ പറ്റാത്ത വെച്ചാൽ പറയപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്തവർക്ക് അത് വലിയൊരു മൊമെന്റ് ആണ് സിനിമയിൽ. ഇമോഷണലി അല്ലാതെ ഇതൊരു ക്രൈം ത്രില്ലർ പോലെ മാത്രം ഫോളോ ചെയ്തവർക്ക് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ആ ഇമോഷണൽ ഗ്രാഫിലൂടെ സഞ്ചരിച്ചവർക്ക് അത് ഭയങ്കര ഒരു മൊമെന്റ് ആണ്. ഞാനത് പറയാൻ കാരണം ഞാൻ സിനിമ കണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും കഥ അറിയില്ല,
അറിയാൻ വേണ്ട എന്ന് പറയുന്ന വളരെയധികം സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ആള് സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് പോർഷനിൽ ശരിക്കും ചോട്ടപ്പായി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇറ്റ്സ് സോ ഡീപ്പ്, ദർ ആർ സോ മെനി ലെയേഴ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കഥ അറിയാത്ത ഒരാളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ സത്യസന്ധമായിട്ട് കിട്ടിയപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇമോഷണലി ആ ട്രാക്കിനെ ഫോളോ ചെയ്ത്. എനിക്ക് തോന്നുന്നു ബിജു ചേട്ടൻ ചെയ്ത ഒരു വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. അത് പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് അറിയിക്കാനും പറഞ്ഞു, ബിക്കോസ് ഹി എൻജോയ്ഡ് ഇറ്റ് സോ മച്ച്. സട്ടിലായിട്ട് അത് പെർഫോം ചെയ്യാൻ എളുപ്പമുള്ള ഒരു പെർഫോമൻസ് അല്ല അത്. ആസ് ആൻ ആക്ടർ എനിക്കത് പറയണം തോന്നി. പിന്നെ ഇതിനകത്ത് ഈ വേർഡ് നമ്പേഴ്സ് വെച്ചിട്ടൊരു വേർഡ് പ്ലേ ഉണ്ടല്ലോ, അത് സാധാരണ ഈ ബിയോണികൃഷ്ണ സിനിമകളിലൊക്കെയാണ് അധികവും കാണുന്നത്. അദ്ദേഹമാണ് ഈ വീരപ്പ അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതുപോലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിനകത്ത്. സോ അത് ഓഡിയൻസിനെ എങ്ങനെ കണക്ട് ആവും, അത് കുറച്ചധികം ചിന്തിക്കേണ്ട ഒരു ഓഡിയൻസിന് ആ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ഏരിയ ആണോ? ആ ഏരിയ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ഇപ്പം ഇതിനകത്തൊരു ഇതുണ്ട്, കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടപ്പെടും, ചിലർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനകത്ത് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം, ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നത് ഞാനും സതീഷും കൂടെ ഡിസ്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തു. എന്ന് വെച്ചാൽ വൺസ് ഈ പ്രശ്നം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തെ കഥയാണത്. അവിടെ ഞങ്ങളുടെ ഷോട്ടുകളെല്ലാം മൂമെൻറ്റിലാണ്. അത് ഞങ്ങൾ ട്രോളി ഷോട്ട്സും വേണ്ടാന്ന് വെച്ചു, ഫുൾ സ്റ്റേയിക്കാൻ വെച്ചിട്ടുള്ള എല്ലാം ഇതിലാണ്. കാരണം ഒരു കെയോസ് സിറ്റുവേഷനാണ്. അപ്പം അവിടെ ഒരു സ്പീഡ് ഫീൽ ചെയ്യണം, ആ ഒരു ഇത്. അപ്പം ഇപ്പം എനിക്ക് രണ്ട് തരത്തിലുള്ളത് കിട്ടുന്നുണ്ട്. അപ്പം ആൾക്കാരിത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കാരണം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചില ഡൗട്ട്സ് ഉണ്ട്. ചിലർക്ക് ഇത് മനസ്സിലാകാതെ, കാരണം ഇത് സെക്കൻഡ് ഹാഫ് വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഇത് വളരെ ഇതായിട്ട് വാച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അത് കണക്ട് ചെയ്ത് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫോണിലേക്ക് പോയി ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ കണക്ഷൻ പോകും. അങ്ങനെ കണക്ഷൻ പോകുന്നവർക്ക് പിന്നെ പറയുന്നത് കിട്ടിയില്ല. ടോട്ടാലിറ്റിയിലൊക്കെ സിനിമ കൊള്ളാം, പക്ഷെ അത് കിട്ടിയില്ല, അവിടെ ലാഗ് ഫീൽ ചെയ്തു. കാരണം മനസ്സിലാകുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഫോളോ ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് അവർ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അത് ഭയങ്കര ഇതായിട്ട് വന്നു എന്നുള്ളത്. ഇത് ഡിനു തരുന്ന സ്ക്രിപ്റ്റിൽ അതേപോലെ ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ ഇതിൻ്റെ ഒരു ബിജുവിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അത് ഞാനൊരു മീഡിയം ആക്കിയതാണ്, ഓഡിയൻസിനോടത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ദർ ഇസ് നോ അതർ മീഡിയം. പുള്ളിയുടെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണത്. അതൊരു സിനിമാറ്റിക് ഇതിനു വേണ്ടി ഒരു മീഡിയമായിട്ട് നമ്മളതിനെ കാണിച്ചെന്ന്. അതല്ലാതെ അങ്ങനെ ഉണ്ണിയേട്ടൻ്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ല. ഇത് ഡിനു കൊണ്ടുവന്ന സ്ക്രിപ്റ്റിനകത്ത് ഇതുണ്ട്. എനിക്ക് ആ സ്ക്രിപ്റ്റിനകത്ത് അധികം ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് ഞങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിലാണത്, പക്ഷെ ആ സ്പീഡ് ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആ കെയോസ് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് ആ ടെൻഷനും ഇത് വരുന്നത്. അതുകൊണ്ട് ഇനി സിനിമ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ എൻജോയ്മെന്റ് കിട്ടും. ഇപ്പോൾ വാർഷിക പദ്ധതി പോലെ വർഷത്തിൽ ഒരു പോലീസ് വേഷമെങ്കിലും വരുന്നുണ്ടല്ലോ, അതിൽ വ്യത്യസ്തത കണ്ടെത്തുക വളരെ പ്രയാസമാണ്. ഇപ്പം ഇതിനകത്ത് അയാൾക്ക് പണത്തിനോടുള്ള കൊതി, തലവൻ്റെ സിസ്റ്റത്തിനകത്ത് തന്നെ നിൽക്കാനുള്ളൊരു ശ്രമം, അങ്ങനെ ഓരോന്നിലും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഇത് എത്രമാത്രം ശ്രമകരമാണ് ഒരു പുതിയ പോലീസുകാരനെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുക? നല്ല ശ്രമകരമാണ് ആക്ച്വലി. ഞാൻ ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മടുപ്പുണ്ട് തന്നെ പറയാം. അതിൽ നിന്ന് ബെറ്ററായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു സിനിമ കഴിയുമ്പോൾ നമ്മളൊരു പെർഫോമൻസ് ഒരു ആക്ടർ എന്ന രീതിയിലും ഒരു ബെറ്റർമെന്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോന്ന്. ഈ സിനിമ അത്തരത്തിൽ എനിക്കൊരു സേഫ് ഏരിയ ആയിരുന്നു. രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ എനിക്ക് പെർഫോം ചെയ്യാൻ നല്ല സ്കോപ്പുള്ളൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ സേഫ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പം ജോജു മറ്റു ആർട്ടിസ്റ്റോടും എല്ലാം ഉണ്ട്. ആ രീതി ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ഇത് ഈ ക്യാരക്ടറിന്. ഒരുപാട് ഇമോഷണൽ ഒരുപാട് തലങ്ങളിൽ കൂടെ നമുക്ക് ആക്ടർ എന്തെങ്കിലും പരീക്ഷണം നടത്താനുള്ള ഏരിയകളുണ്ട്. എനിക്ക് ബെറ്റർമെന്റ് സ്കോപ്പ് ഉണ്ട്. ആ രീതിയിലാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വനിതാ പോലീസും കൂടി ഒന്നും ചെയ്യാം. ഈ നെഗറ്റീവ് ഷെയ്ഡ്സ് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് അതിനെക്കുറിച്ചൊരു സ്വാതന്ത്ര്യം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? എനിക്കിഷ്ടമാണ് ആക്ച്വലി ചെയ്യാൻ, വളരെ ഇഷ്ടമാണ്. അത് പെർഫോം ചെയ്യാൻ സ്കോപ്പ് കൂടുതലാണ്. മറ്റേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എവിടെയെങ്കിലും നമ്മൾ കിട്ടിയിടേണ്ടി വരും. ചുറ്റുപാടില്ലാതെ നമുക്ക് കൊണ്ടുപോകാമെന്നും രക്ഷപ്പെട്ടു പോകാമെന്നും നെഗറ്റീവ് ഷെയ്ഡ്സ് തന്നെയാണ്. സട്ടിലിറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്. അയാൾക്ക് ഒരു പ്രത്യേക കാര്യത്തിനുള്ള ഒരു ആർത്തി കാണിക്കുന്ന സട്ടിലിറ്റി ഉള്ള ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഫ്ലാഷ് ബാക്കിലും ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ അങ്ങനെയാണ്. അപ്പം അവിടെ എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ? ഇയാളെ എങ്ങനെ ഇയാൾക്ക് ഒരു കാര്യത്തിനുള്ള ഒരു കൊതി എങ്ങനെ കാണിക്കണം, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നായിരുന്നു ഒരു ഡിസ്കഷൻ?
അപ്പോൾ ഡിനു എഴുതിയിട്ടുള്ള പോലെ തന്നെ ജിത്തുമായിട്ട് നമ്മൾ ഓരോ സീനിന് മുമ്പ് സംസാരിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം ഈ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റോഡറിൽ എടുത്തത് ആ സീൻസ് തന്നെയായിരുന്നു. എടുത്തപ്പോൾ നമ്മളതിൽ എവിടെയൊക്കെയോ എവിഡൻ്റ് ആയിട്ട് തോന്നും ഇയാൾക്കൊരു ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ പോകണോ ജിത്തു, അപ്പോൾ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് പിന്നെ റിവീൽഡായാൽ മതി. ജിത്തുവിന് കിട്ടിപ്പോയിക്കോട്ടെ. നമ്മൾ തുടക്കത്തിൽ എങ്ങനെ തന്നെയാണ് ആന്റണി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ആ ഒരു ചെറിയൊരു കറപ്ഷൻ്റെ ഏരിയയൊക്കെ ഉണ്ട്, കറപ്ഷൻ്റെ ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണെന്നൊക്കെ ഓരോ സീനിന് മുമ്പ് കരുതുന്നത്. ഇത് കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ ചെറിയ ടൈം ബാറിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് പാളിപ്പോകാൻ വളരെ ചാൻസുകളില്ല. നമ്മൾ പല ദിവസങ്ങളിലും പല സമയത്തും ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. വന്നൊരു സ്പീഡും ഒക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഏരിയ ഓരോ സീനിന് മുമ്പ് ഡിസ്കസ് ചെയ്യും നമ്മളിത് എങ്ങനെയായിരിക്കണം, ഇവിടെ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യണം, അത് കുറച്ചും കൂടെ സെറ്റിലായിട്ട് ചെയ്യണം, എല്ലാം ഒരു ടീം വർക്ക് നമ്മൾ ഡിസ്കഷനിൽ പോകുന്നതാണ്. ഇത്തരം സബ്ജക്ട്സ് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ജഡ്ജ്മെന്റിൽ കറക്റ്റ് എന്താണെന്ന് ആ രീതിയിൽ പോകും. പിന്നെ ടോട്ടലി കാണുമ്പോൾ അത് ഓക്കെ ആയിരിക്കുന്നത് നമ്മുടെ ഒരു തീരുമാനമാണ്. വർക്കൗട്ട് ആകുന്നു നമ്മൾ വിചാരിക്കുന്നു. വർക്കൗട്ടായ സന്തോഷം. വലിയ കാര്യം പറയുന്നത് ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയങ്ങളിൽ വിജയൻ്റെ ആകെയുള്ള ആശങ്ക എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി അത് ഓക്കെ അല്ലടാ, ഈ ഷോട്ടും നമ്മളെ മറ്റേ ഷോട്ടും നേരത്തെ എടുത്തതായിട്ട് മാച്ച് ആവില്ല, കുഴപ്പമില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ ആശങ്കകൾ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പോലീസ് ചെയ്യാനുള്ള എടുക്കുന്നതെന്നറിയില്ലേ, അച്ഛൻ പോലീസായിരുന്നു. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റം തോന്നി. ഇപ്പോൾ ഒരു പേപ്പർ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ പിറ്റേ ദിവസം വേറെ അത് മാറിയിരുന്നാൽ പോലും നിങ്ങൾ കാണുന്ന ഈ 1 മണിക്കൂർ സ്പാനിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര കണ്ടിന്യൂറ്റി ചിലപ്പോൾ ഫീൽ ചെയ്യണം. അപ്പം അങ്ങനത്തെ ടെൻഷൻസ് നമ്മൾ ആക്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. എല്ലാവരുടെയും കാര്യം എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു മാക്സിമം. സാധാരണ സിനിമയുടെ നടന്മാർ ഇതിൽ ഫാൻസിന്റെ ഇത് കാണിക്കും. വിജയന്റെ ഒപ്പം കാണിക്കുന്നത് ബിജുമാൻ ആൻഡ് ലവേഴ്സ്, ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്നാണ് ശരിക്കും വിശേഷിപ്പിക്കുന്നത്. പണ്ടൊരു സമയത്ത് പിടിച്ചതൊക്കെ കോമഡി പടങ്ങളാണ് മീറ്റർ, പിന്നെ ട്രാക്ക് പതുക്കെ മാറ്റി. അതെന്തുകൊണ്ട് ബോധപൂർവ്വമുള്ള ഒരു ശ്രമമാണ്. ഇപ്പൊ എത്തിയിരിക്കുന്നത് ഒരു മാസ്റ്റർ ഡയറക്ടർ ഇതിലാണ്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ജിത്തു സാറിന്റെ ഒപ്പം? പിന്നെ ഈ ട്രാക്ക് പിടിച്ചേക്കുന്നത് ബോധപൂർവ്വമാണോ? ഒന്നും മനഃപൂർവ്വം ചെയ്യുന്നില്ല നമ്മൾ. ആദ്യം ഞാൻ ചെയ്യുന്നത് നമുക്ക് സിനിമയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതൊക്കെ നമ്മൾ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത് പോകുന്നു. പിന്നെ ബെറ്റർമെന്റിനെ നമ്മൾ ആഗ്രഹിക്കില്ല ഓരോ ക്യാരക്ടേഴ്സ് ആ സമയത്ത് വരുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു പോകുന്നു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്കൊരു ആർട്ടിസ്റ്റാണ്, നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ അതിന് വേണ്ടി സെർച്ച് ചെയ്യും. നമുക്ക് വരുന്ന ഇതൊക്കെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞ ഈ മാറ്റങ്ങൾ ഇപ്പോൾ കോമഡി ആണെങ്കിൽ തന്നെ ഒരു സീസണിൽ വരുമ്പോൾ അതിന് മുമ്പ് നമ്മൾ കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല ആൾക്കാർക്ക്. പിന്നെ മേരിക്കൊട്ടൊരു കുഞ്ഞാടുന്നൊരു സിനിമയിൽ ഹ്യൂമർ എങ്ങനെ എവിടെ ഒരു ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പിന്നെ കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ആയിരുന്നു. പിന്നെ വെള്ളിമോഹം കഴിഞ്ഞപ്പോൾ വെള്ളിമോഹ ലൈൻ തന്നെയായിരുന്നു കുറെ. നമ്മൾ ഇന്ന് മാറാൻ നോക്കും. പിന്നെ നമുക്ക് വരുന്ന കഥകളിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ജിത്തുവിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ജിത്തുവിന്റെ മറ്റു സിനിമകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ ഗംഭീരമായിട്ട് കണ്ടുള്ള സിനിമ. പിന്നെ ജിത്തുവിന് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് അറിയാം. ഇത്തരം സിനിമകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബ്രില്യൻസ് ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ മേഖല മാത്രം സൂക്ഷിച്ചാൽ മതി എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സേഫ് സോൺ പിടിക്കുക എന്ന് പറയുന്നത് ആ രീതിയിൽ ജിത്തുവിന്റെ മൂവിയാണ്. ശരിക്കും ഈ 2 വേഷവും എടുക്കാൻ നേരത്ത് അതിനകത്ത് ഏതായിരുന്നു ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിച്ചിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടോ, പിന്നെ മാക്സിമം കൂടുതൽ കാര്യങ്ങളാനുള്ള ചാൻസുള്ള ക്യാരക്ടേഴ്സ് നോക്കും. സേഫ് ആയിട്ടുള്ള ജോണർ പിടിക്കും. അത് വർക്കൗട്ട് ആകാൻ ചാൻസ് ഉള്ള തിയേറ്ററിൽ ആക്സെപ്റ്റൻസ് ഉള്ള നമ്മളെ അംഗീകരിക്കുന്നത് സിനിമ വർക്കൗട്ടാണ്, സിനിമ തിയേറ്ററിൽ ഹിറ്റാകുന്ന അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നത്. എനിക്കൊരു ആക്ടർ എന്ന രീതിയിൽ എനിക്കിപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കളറിൻ്റെ ആണെങ്കിലും ഒരു പോലീസിൻ്റെ എന്താണെങ്കിലും നമുക്ക് പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടെങ്കിൽ ഏത് ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കാറ്. സോ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ നിന്ന് വിദ്യ എന്ന ക്യാരക്ടർ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു? വിദ്യ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് കുറേ സീൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മാത്രമല്ല ത്രൂ ഔട്ട് ദ മൂവി കുറേ സീൻസിൽ ഡയലോഗ് ഇല്ലാതെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓഡിയൻസിന് കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, വിതൗട്ട് വേർഡ്സ് ഹൗ ഡു യു എക്സ്പ്രസ് എന്നുള്ളത് ഇതിൽ ഒരു ചാലഞ്ചിങ് ഫാക്ടറായിരുന്നു. അല്ലെങ്കിൽ വെറുതെ സൈഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും. അതിൽ ആ ക്യാരക്ടറിന് കുറേ എന്തുകൊണ്ട്
ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് ആ ക്യാരക്ടർ സപ്പോർട്ടിങ് ക്യാരക്ടർ ആണെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് ലെയേഴ്സ് ടു ഹെർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വിദ്യയ്ക്ക് ഒരു ബാക്ക് സ്റ്റോറി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വിദ്യ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയായിരുന്നു. വിദ്യയ്ക്ക് ഓരോ മൊമെൻറ്റിലും ഓരോ സീൻസിലും വാട്ട് ഈസ് വിദ്യ ഗോയിങ് ത്രൂ എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിരുന്നു. സോ എനിക്ക് ഇതൊക്കെ ചാലഞ്ചസ് ആയിരുന്നു. സോ അവിടെയാണ് മെയിൻ പരിപാടി നടക്കണമെങ്കിലും ഞാനിവിടെ തകർത്തഭിനയിക്കുന്ന വഴിയാണ് എനിക്ക് തോന്നിയിരുന്നത്. സോ ബേസിക്കലി ബെസ്റ്റ് ചാലഞ്ച് വാസ് റിയാക്ടിങ് വിതൗട്ട് മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ്. അതും കുറേ വളരെ സിമിലർ ആയിട്ട് തോന്നാവുന്ന റിയാക്ഷൻസ് ഉണ്ട്. ഇഫ് യു ജസ്റ്റ് ലുക്ക് ഹിയർ ആൻഡ് ദെയർ. അതിനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഓരോ വാക്കുകളുടെ അർത്ഥം വെച്ചിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് ചാലഞ്ചായിട്ട് തോന്നിയത്.